ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഗ്നോയിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് പേര് നമ്മുടെ റീജിയണൽ സെൻറ്ററിലോട്ട് സിനോപ്സിസ് അയച്ച് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ സിനോപ്സിസ് അപ്രൂവൽ കിട്ടി ഇനി എങ്ങനെ ചെയ്യും പ്രൊജക്റ്റ് എന്നറിയാതെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നു, ഞാൻ ഒരു ഇഗ്നോ എംകോം സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തു വച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. ആൻഡ് ഞാനിത് ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വൈകിക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കവർ പേജ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് പ്രകാരം ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടത് ലാമിനേറ്റ് ചെയ്ത ഒരു മോഡലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓവർ ആയിട്ട് നമ്മൾ ആർഭാടായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ ചില ഡീറ്റെയിൽസ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഇഗ്നോയുടെ ലോഗോ ഈ പ്രൊജക്റ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിരിക്കണം. അത് നമ്മുടെ കവർ പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കൊടുത്താൽ മതി. ദെൻ നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഓൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടോപ്പിക് എന്താണോ ആ ടോപ്പിക്ക് ഇവിടെ കുറച്ച് ബോൾഡായിട്ട് കാണിക്കാവുന്നതാണ്. ശേഷം ഗൈഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക. ദെൻ ഞാനിപ്പോൾ ഒരു എംകോം സ്റ്റുഡൻ്റാണ്, അതുകൊണ്ട് ഞാൻ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ, നിങ്ങൾ എന്തിനാണോ പഠിക്കുന്നതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ നെയിം, എൻറോൾമെൻറ്റ് നമ്പർ, സ്റ്റഡി സെൻറ്റർ കോഡ്, സ്റ്റഡി സെൻറ്റർ നെയിം, റീജിയണൽ സെൻറ്റർ, കോഴ്സ് കോഡ്, ഇതെല്ലാം അവിടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു മോഡലിലാണ് നമ്മൾ കവർ പേജ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ കവർ പേജ് തുറന്നുള്ളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആ കവർ പേജായിട്ട് വച്ചിട്ടുള്ള ഒരു പേജ് ഉള്ളിലും കൂടെ വച്ചിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് സിനോപ്സിസ് റിട്ടേൺ വരുന്ന സമയത്ത് അതിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ അപ്രൂവൽ ലെറ്ററാണിത്. അപ്പോൾ ആ ലെറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. കവർ പേജിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെയാണിത് വെച്ചിട്ടുള്ളത്. ദെൻ നമ്മുടെ അനക്ഷർ 3, ഇതും നമ്മൾ സിനോപ്സിസ് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നിട്ടുള്ളതാണ്. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനാലിറ്റി, അതാണ് പിന്നീട് നമ്മൾ വെക്കേണ്ടത്. നമ്മുടെ ഗൈഡിനെ കൊണ്ട് സൈനൊക്കെ ചെയ്ത് ഉള്ള കോപ്പിയാണ് വെക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ഗൈഡിൻ്റെ ബയോഡാറ്റ, അതും ഗൈഡ് സൈൻ ചെയ്തിട്ടുള്ള ഒരു കോപ്പി ആയിരിക്കണം വെക്കേണ്ടത്. ദെൻ നമ്മുടെ അക്നോളജ്മെൻറ്റ്, നമ്മളിതിൻ്റെ പ്രൊജക്റ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കൊടുക്കുക. ദെൻ നമ്മൾ കോപ്പി ഓഫ് സിനോപ്സിസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ സിനോപ്സിസിൻ്റെ ഒരു കോപ്പി വയ്ക്കുക. അതായത് നമ്മൾ നമ്മുടെ റീജിയണൽ സെൻറ്ററിലോട്ട് അപ്രൂവലിനായി അയച്ച സിനോപ്സിസ് ഏതാണോ ആ സിനോപ്സിൻ്റെ സെയിം കോപ്പി തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് വയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മുടെ കവർ പേജിൽ കൊടുത്തുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സർട്ടിഫിക്കറ്റ്, അത് നമ്മുടെ കോളേജിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്റ്റഡി സെൻറ്റർ കോളേജ് ഏതാണോ അവിടെ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ ഡിക്ലറേഷൻ, നമ്മളെ പ്രൊജക്റ്റിനൊരു ഡിക്ലറേഷൻ കൊടുക്കുക. ദെൻ കണ്ടൻസ്, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കണ്ടൻസ് എന്താണോ അതിൻ്റെ പേജ് നമ്പർ അടക്കം എല്ലാം കൊടുക്കുക. ദെൻ ലിസ്റ്റ് ഓഫ് ടേബിൾസ്, അതും പേജ് നമ്പർ അടക്കമാണ് നമ്മൾ കൊടുക്കുക. ലിസ്റ്റ് ഓഫ് ചാർട്ട്, ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം എന്നല്ല, നിങ്ങൾ ലിസ്റ്റ് ഓഫ് ടേബിളിൽ നിന്ന് കൊടുത്താലും മതി. ദെൻ നമ്മൾ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷനായിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ അതിൽ വയ്ക്കുക. ഇൻട്രൊഡക്ഷൻ ഒരു 3-4 പേജൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പ്രൊജക്റ്റ് റിപ്പോർട്ട് മൊത്തം അതിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പ്രൊജക്റ്റ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്.
പിന്നെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത് നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് ബൈൻഡ് ചെയ്യുന്ന ആ ഓർഡറിലാണ്. ഇനി അതിനകത്ത് നമ്മൾ വെച്ച പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാനതൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.